4 മണി നമ്മൾ ഒന്ന് മധുരയ്ക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് കരുതി. മധുര എക്സ്പ്ലോർ ചെയ്യാൻ പ്രത്യേകിച്ചൊക്കെ ആയിരുന്നില്ല. യൂട്യൂബിൽ വീഡിയോസ് കാണാം. മധുര പൺ പൊറോട്ട, മധുരയിലെ കുറെ ഡെലീഷ്യസ് ആയിട്ടുള്ള കുറെ ഫുഡ്സ് കണ്ട് കൊത്തി പിടിച്ചിരുന്നു ഈ ജിമ്മിൽ. അങ്ങനെ അങ്ങനെ ഞങ്ങള് ഇന്നങ്ങനെ ഒരു ദിവസം മധുര പോയി തിരിച്ചു വരാൻ കരുതി. ഫുഡൊക്കെ കഴിച്ച് അവിടുത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ ചെയ്ത് വരാൻ കരുതി. അപ്പൊ നമ്മളോട് ഇലുണ്ട്. ഇലു ഹായ് പറ. ഇലു ട്രിപ്പ് പോകുന്നുണ്ട്. രാവിലെ 4 മണിക്ക് കറക്റ്റ് എണീറ്റ്, 4 അവളെ 3:45 എണീപ്പിച്ച് പെട്ടെന്ന് എണീച്ച് പല്ലേച്ച് ഡ്രസ് ഇട്ട് റെഡിയായി. അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ വേണ്ടി 7:30 വിളിക്കണം. 8 മണിയായാലും എണീക്കുന്നില്ല. 9:30 സ്കൂളാണ്, 9:15. നമ്മളെ വീടിന്റെ അടുത്തുള്ള സ്കൂളാണ്, അത് കുഴപ്പമില്ല. 9:30 9:15 9:20 കഴിയാതെ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. അത്രയ്ക്ക് മടിച്ചിയാണ്. ഇന്ന് എവിടെ പോണില്ലു? സ്ഥലത്തിന്റെ പേരൊന്നും അറിഞ്ഞില്ല കേട്ടാ. മധുര എന്ന് പറഞ്ഞോ? ആഹാ ആ. പിന്നെ മോനെ കൊണ്ടുപോകുന്ന വെച്ചാൽ അവന്റെ തിങ്കളാഴ്ച സ്കൂളിൽ പോകണം. നമ്മളഥവാ ഇനിയിപ്പോ തിങ്കളാഴ്ച വരാൻ വൈകിയാലും അതുകൊണ്ട് അവന് സ്കൂളിൽ ടെസ്റ്റ് പേപ്പറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അവന് ഈ ചൂടൊക്കെ അല്ലേ അതില് മിണ്ടാതിരിക്കാന്നില്ല. അവന് പെട്ടെന്ന് പനിയൊക്കെ പിടിക്കും. വെയില് വേർത്ത് അതിനേക്കാളും ലീവ് എടുപ്പിക്കണ്ടെന്ന് കരുതി അവന് വീട്ടിൽ നിർത്തി. ഹാപ്പിയാണ്. നമ്മളിവിടെ പോകുകയാണ്, കാര്യങ്ങളൊക്കെ അറിയുക. ഞങ്ങളിങ്ങനെ 2 വീട്ടിലടുത്തും പറഞ്ഞിട്ട് എല്ലായിടത്തും പോകും. ഞങ്ങൾ ഒറ്റയ്ക്കും പോകാറുണ്ട്, പിന്നെ ഇവനെ കൊണ്ടുപോയിട്ട് അവളെ കൊണ്ടുപോകില്ല. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം അത്രയും ദിവസം ഒന്നും മാറി നിൽക്കുന്നല്ലോ. 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിനകത്ത് വരെയല്ലേ. പക്ഷെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ പാടൊന്നുമില്ല. പക്ഷെ ചില സമയത്ത് ഒരു വാശി കാണിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും. ഭയങ്കരമായിട്ട് വീട്ടിലൊക്കെ അടി കൂടുന്ന പോലെ വാശി കാണിച്ചാൽ എന്റെ കൈ നിൽക്കില്ല. വണ്ടിയിലൊക്കെ വെച്ച് അടി കൂടുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര സ്നേഹമൊക്കെയാണ്, എന്നിരുന്നാലും അടിക്കുന്ന ഒരു കുറവൊന്നുമില്ല. പിന്നെ വേറെ എന്തൊക്കെ ചെറിയ മഴയൊക്കെ ഉണ്ടല്ലോ രാവിലെ. രാത്രി ഉണ്ട്, അതിലായിട്ട് മഴ. പക്ഷെ അത് കൊള്ളാം കേട്ടോ, ആ ഒരു ക്ലൈമറ്റ്. ഗ്ലാസ്സിലൊക്കെ കണ്ട വെള്ളം കാണിച്ചുതരാം. തുള്ളിയായിട്ട് വെള്ളം. ഞങ്ങളിപ്പോ പെട്രോൾ അടിക്കാൻ കയറുവാണ്. തുള്ളിയായിട്ട് വെള്ളം. വെള്ളായണി ജംഗ്ഷനാണ്. അങ്ങനെ ഞങ്ങൾ വലിയ വിളയിലെത്തിയിരിക്കുന്നു. അവരെ പിക്ക് ചെയ്യാൻ വന്നാണ്. മഴ അവരിറങ്ങി. നല്ല മഴ പെയ്യണം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടിട്ട് അങ്ങനെ ചായ കുടിക്കാൻ ഇറങ്ങി. ഒരു 5 മണി ആയി കാണും. ആ സമയത്ത് നോക്കിയപ്പോൾ ചായയുടെ കൂടെ നല്ല ചൂടായിട്ട് നല്ല നെയ്യപ്പം ഇങ്ങനെ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഭയങ്കര കൊതി. അതിൻ്റെ ഒരു മണം, സൂപ്പറായിരുന്നു. മണം പോലെ തന്നെ ടേസ്റ്റും. അങ്ങനെ ഞാനൊരു നെയ്യപ്പം വാങ്ങിച്ചു, ഒരു ചായയും വാങ്ങിച്ചായിരുന്നു. അവരൊക്കെ കട്ടൻ ചായയാണ് കേട്ടോ വാങ്ങിച്ചത്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ആ മണം അടിച്ചിട്ട് വീണ്ടും കഴിക്കാനുള്ളൊരു ഇത് വന്നുകൊണ്ടിരുന്നു. ഞാനത് ഇങ്ങനത്തെ കട്ടി എന്ന് വെച്ചാൽ കടുപ്പം കുറഞ്ഞ ചായയാണ് ഞാൻ കുടിക്കുന്നത്. എൻ്റെ ചായ എപ്പോഴും ഈ കളറായിരിക്കും കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം. അവരൊക്കെ കട്ടൻ ചായ. എന്നിട്ട് ഞങ്ങൾ നേരെ കാറിൽ കയറിയിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയായിരുന്നേ. പിന്നെ നേരം വെളുത്തപ്പോൾ ഇവിടെ തെന്മല എത്തിയപ്പോൾ ഞങ്ങളവിടെ ഒന്ന് ഇറങ്ങി, ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ വിജനമായിട്ട് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒരു മ്യൂസിക് ഇങ്ങനെ ഒരു ഏതോ ഒരു പക്ഷിയുടെ ഇങ്ങനെ നല്ല സൂപ്പർ മ്യൂസിക് കേൾക്കാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ഈ വെള്ളത്തിലെ കണ്ടോ ഓയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന പോലെ. ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് അറിഞ്ഞൂടാ. ആ ഒരു പരിസരത്ത് മാത്രം ഓയിൽ സ്പ്രെഡായതുണ്ട്. തൂക്കുപാലം, തെന്മല എക്കോ ടൂറിസം. അല്ലാതെ പണ്ടൊക്കെ ഈ തെന്മല ഞാൻ ഇത്ര നേരത്തെ വന്നിട്ടില്ലല്ലോ. വരുന്ന സമയത്തൊക്കെ ഭയങ്കര റഷും തിരക്കുമായിരിക്കും. ഇപ്പോൾ കണ്ടോ ആരുമില്ല. ഈ പട്ടി നമ്മൾ വന്ന നേരം തൊട്ട് നമ്മുടെ പുറകെ ഉണ്ട്. പാവം നമ്മുടെ പുറകെ തന്നെ നിൽക്കുകയാണ്. എനിക്കതിന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വല്ലതും വന്നിരിക്കണമെന്ന് അറിഞ്ഞൂടാ. കാരണം നമ്മളെ കൊടുക്കാനോ ഒന്നുമില്ല, അവിടെ കടകളും ഇല്ലായിരുന്നു. പുറകെ നിന്ന് മാറാതെ നിന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മളിവിടെ തമിഴ്നാട് എവിടെ എത്തിയപ്പോൾ ഇറങ്ങി ഫുഡൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇലൈന നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് അവളെ എടുക്കാൻ പറ്റിയില്ല.
ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പോണ വഴിക്ക് ഞങ്ങൾ നല്ല സർബത്തും അതായത് എന്തോ കേക്ക് എന്തോ ആണ് അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ മധുര എത്തി. മധുരയിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നൊരു കയറണമെന്ന് ആഗ്രഹിച്ച ഷോപ്പാണ് ഈ ചന്ദ്രൻ മെസ്സ്. പക്ഷേ ഈ വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടു പോയിട്ട് ഞങ്ങൾ തേഞ്ഞു പോയി ഗൈസ്. കാരണം അവരെ ഫുഡും ആ ഒരു ഹോസ്പിറ്റാലിറ്റിയൊക്കെ സൂപ്പറാണ്. അവരുടെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഫുഡെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് റൈസ്, അവിടെ ചോറേ ഉണ്ടായിരുന്നു, ബിരിയാണി തീർന്നു. പക്ഷെ എന്നാലും അവിടുത്തെ ഈ ഊണൊക്കെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഊണും കുറേ കറികളാണ് തന്നത് കേട്ടോ. ഞങ്ങൾ മട്ടനൊക്കെ ഓർഡർ ചെയ്തിട്ട് മട്ടനിൽ ക്വാണ്ടിറ്റി ഒന്നും ഇല്ലാണ്ട്, ഇതാണ് മട്ടൻ, ഇത് 250 രൂപയുടെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ 4 വാങ്ങിച്ചു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മീൻ ഇതൊക്കെ ഭയങ്കര വില. നമുക്ക് 2500 രൂപയിൽ കൂടുതൽ വിലയായി. അത്രയ്ക്കുള്ള ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങളെ കണ്ടിട്ട് ഇനി റേറ്റ് ഇങ്ങനെ ഇട്ടതാണെന്നവിടെ KL വണ്ടി കണ്ടിട്ട്. കാരണം ഭയങ്കര വൺ റേറ്റ്. പക്ഷെ ടേസ്റ്റ് സൂപ്പറായിരുന്നു. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാ. ഞണ്ട് ഓംപ്ലേറ്റ് ഉണ്ട്. ഇത് ഞണ്ട് ഓംപ്ലേറ്റ് ആണ് കേട്ടോ. കാണാൻ എത്ര ഉള്ളെങ്കിലും സംഭവം 300 രൂപയുടെ ഐറ്റമാണ്. ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഞണ്ടിൻ്റെ പോർഷൻസൊക്കെ കുറവാണ്. കുറച്ച് സവാളയാണ് കൂടുതലുള്ളത്. പക്ഷെ സംഭവം ടേസ്റ്റായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കിവിടെ ഫ്രണ്ട്ലി സ്വീറ്റ് ബീഡ വെച്ചിട്ടുണ്ട്. ഇത് 30 രൂപയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന എല്ലാവരും ഇത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. കാരണം എനിക്ക് ഈ മുറുക്കാൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരും എന്ന് പേടിച്ച് ഞാൻ കഴിച്ചില്ല. അവിടെ ഫുള്ള് ഒരു മണമായിരുന്നു, ഈ ഏലക്കയുടെയും വേറെ കുറേ നമ്മുടെ സ്പൈസസിൻ്റെയൊക്കെ മണമായിരുന്നു. അപ്പോൾ ഇതിന് നല്ല മധുരമുള്ള ഒരു പഞ്ചാമൃതം പോലത്തെ ഒരു സംഭവം, എന്താ ഗുൽക്കണ്ടോ അങ്ങനെ എന്താണ് അവർ പറഞ്ഞത്. ആ സംഭവം ഞാൻ വെറുതെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അല്ലാതെ ഈ ഇലയിൽ വെച്ച് തന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. എന്തോ എനിക്കത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല കണ്ടിട്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവരും ഇത് വാങ്ങിക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾ വരെ വാങ്ങിച്ച് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഇത് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ശല്യം എന്ന് വെച്ചാൽ മറ്റേ പൈസയ്ക്ക് വേണ്ടി ആൾക്കാർ ഇങ്ങനെ നിൽക്കും. ഞങ്ങൾ വരെ നിങ്ങൾക്ക് വിശക്കുന്നെങ്കിൽ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു തരാം. അവർക്ക് ഫുഡ് പോരാ, അവർക്ക് പൈസ തന്നെയാണ്. അവർക്ക് പിന്നെ 10 20 നോട്ടൊന്നും പോരാ, 50 അവർക്ക് കിട്ടണം, അല്ലാതെ അവർ പോവില്ല. അങ്ങനെ ഞങ്ങളായിട്ട് ഇങ്ങനെ പുറകെ നടന്ന് എത്രയോ ദൂരം വണ്ടിയിൽ നിന്നൊക്കെ സൈഡിലോട്ട് വരുന്ന ആൾക്കാർ വരെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കുറച്ച് നടക്കാൻ നമ്മുടെ ഈ ചാല പോലെ, ട്രിവാൻഡ്രം ചാല പോലെയുള്ള ആ സ്ഥലത്തോട്ട് നടക്കാൻ ഇറങ്ങി. അപ്പോൾ അവിടെ നമ്മുടെ ഫേമസ് ജിഗർദണ്ഡ ഷോപ്പിലോട്ട് വന്നായിരുന്നു. അവിടെ നിന്ന് അവിടെ വെറൈറ്റി ഓഫ് ജിഗർദണ്ഡാസ് പല വേരിയൻസ് ഉണ്ട് കേട്ടോ. ഭയങ്കര വെറൈറ്റി ടേസ്റ്റൊക്കെ ഉള്ളത്. പക്ഷേ എനിക്ക് കഴിച്ചിട്ടും ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം ട്രിവാൻഡ്രത്തും ഇപ്പോൾ കുറേ ജിഗർദണ്ഡ ഷോപ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അതുകൊണ്ട് ജിഗർദണ്ഡയ്ക്ക് വേണ്ടി മാത്രം നമുക്ക് മധുരയൊക്കെ വന്ന് കഴിക്കുന്ന അത്ര വലിയ തോന്നില്ല. വന്ന് കഴിക്കാം. പിന്നെ വെറൈറ്റി ഓഫ് ടേസ്റ്റസ് കുറേ ഉണ്ട് ഇവിടെ, പല ഫ്ലേവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച ജിഗർദണ്ഡ. ഇത് ഏകദേശം എത്ര രൂപയായെന്ന് എനിക്ക് വില ഓർമ്മയില്ല, പക്ഷെ വലിയ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. പിന്നെ മധുരൈ വന്നതിൽ ഏറ്റവും ഞങ്ങൾക്ക് വേർത്തിയായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു മധുരൈ ബൺ പൊറോട്ട. ഈ ഹോട്ടൽ സൂപ്പറായിരുന്നു. റേറ്റും വളരെ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന റേറ്റ്. ഇപ്പോൾ 600 രൂപയ്ക്കകത്തേ ആവുള്ളൂ. നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു, മട്ടൻ്റെ തലക്കറി, ചിക്കൻ്റെ ഫ്രൈ. പിന്നെ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ എന്ന് വെച്ചാൽ ഈ ചിക്കൻ ഒരു കുഞ്ഞു പീസാണ്. ഇത് കാട ഫ്രൈ എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ്. കുഞ്ഞു പീസാണ്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ലെഗ് പീസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ഗ്രേവികളൊക്കെ സൂപ്പറായിരുന്നു. ഇത് ഞാൻ എന്തായാലും ഇവിടെ മധുരയിൽ വരുന്നെങ്കിൽ ഈ ഷോപ്പിൽ നിന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യുകയാണ്. കാരണം മധുരൈ ബൺ പൊറോട്ട സൂപ്പർ ടേസ്റ്റാണ്. എല്ലാ ഗ്രേവി മാത്രം മതി, പീസൊന്നും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് ഈ ബൺ പൊറോട്ടയെക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട നൂൽ പൊറോട്ടയാണ്. നമ്മുടെ നാട്ടിൽ 2 പൊറോട്ടയ്ക്ക് സമമാണ് ഇവിടുത്തെ ഒരെണ്ണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ അതുകൊണ്ട് രാത്രിയും അടുത്ത ദിവസമൊക്കെ ഇവിടെ നിന്ന് കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. ഇതാണ് മട്ടൻ്റെ തലക്കറിയാണ്, നിറയെ പീസസ് ഉണ്ട്. ഇതാണ് ചിക്കൻ ഫ്രൈ എന്ന് വെച്ചപ്പോൾ ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. അതായത് നല്ല ടേസ്റ്റാണ്, എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. വിലയും 600 രൂപയ്ക്കകത്തേ ആയിട്ടുള്ളൂ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ളത്. എത്രയും കഴിച്ചിട്ട് അത്രേ ആയുള്ളൂ. എന്നാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ ചന്ദ്രൻ മെസ്സിൽ നിന്ന് കഴിച്ചപ്പം ഒന്നും കഴിച്ചില്ല, പക്ഷേ 2500 രൂപ വെറുതെ കൊണ്ട് കളഞ്ഞതുപോലെ. പിന്നെ ഫുഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ പറയുന്നതാണ്, അടിപൊളിയായിരുന്നു ഫുഡൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റൈലാണ് ഒരു മധുരൈ ബൺ പൊറോട്ട ഉണ്ടാക്കുന്നത്. കണ്ടറിയാം കണ്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല വലിപ്പമുണ്ട്.
പിന്നെ ഇവിടെയാണ് ഈ ഇഡ്ഡലി കടയിലാണ് ഞങ്ങൾ രാവിലെ ഇഡ്ഡലി കഴിക്കാൻ കയറിയത്. ഇഡ്ഡലിയല്ല, എല്ലാവരും ഇഡ്ഡലി വാങ്ങിച്ചത്, ഞാൻ മസാല ദോശയാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് പൊടി ദോശ, ഇത് സൂപ്പറാണ്, ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ. ഇത് റവ ദോശ, നോർമൽ ദോശയാണ്. ഞാനും നോർമൽ മസാല ദോശ. കാരണം ഞാൻ മസാല ദോശ വാങ്ങിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇലയിനൊക്കെ ദോശ കൊടുക്കും, ഞാൻ മസാല കഴിക്കും. പിന്നെ നമ്മൾ തിരിച്ച് മധുരയിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു പൂജയൊക്കെ നടക്കുന്നുണ്ട്. ആദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, കുറേ നേരം നോക്കി. ഞാൻ വേറെ എന്തോ ആയുധ പൂജ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാരണം കത്തിയൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വാളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, ഇത് കല്യാണം കഴിഞ്ഞിട്ട് പൂജയ്ക്ക് വന്നതാണ്, താലി പൂജ ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ പൂജ ചെയ്യുന്ന ആളാണ് ഈ ഷട്ടൊക്കെ ഊരുന്ന ആളെ കണ്ടില്ല, അത് അദ്ദേഹമാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ഈ കല്യാണ പെണ്ണും അപ്പോൾ അടുത്തിങ്ങനെ ചെക്കനുമാണ്. അപ്പോൾ വേറെ ബന്ധുക്കളൊന്നും കാണാനില്ല. ഇനിയിപ്പം ഇവിടെ വെച്ചാണോ കല്യാണം നടന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പൂജയാണ്. കുറേ സമയം ഉണ്ടായിരുന്നു, അവർ പല പല പ്രോസസ്സൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നീട് ഞാനും ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അവിടെ ബോർഡ് കണ്ടപ്പോൾ 1 കിലോ റംബൂട്ടാൻ 50 രൂപയെന്നാണ് കണ്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ഒരിക്കൽ വാങ്ങിച്ചപ്പോൾ 1 കിലോ 150 ഞങ്ങൾ പോയി വിലയൊക്കെ ചോദിച്ചു. KL-ലാണ്, മലയാളികളാണെന്ന് മനസ്സിലായത് ഉടനെ അത് 1 കിലോ അല്ല, 1/4 കിലോയാണ് 150 രൂപ എന്ന് പറഞ്ഞത്. 1 കിലോ റംബൂട്ടാന് 400 രൂപയാവുമെന്ന് പറഞ്ഞു. ഇത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് 100 രൂപ. അപ്പം നമ്മൾ 3 വാങ്ങിച്ചത് വലിപ്പമാണ് നോക്കുന്നവർ, അതിൻ്റെ വലിപ്പമല്ലല്ലോ, സോ മീൻസ് എണ്ണമാണ് നോക്കുന്നത്. 100 രൂപ, അത് വലുതായാലും ചെറുതായിരുന്നാലും എല്ലാം 100 രൂപയാണ്. ഞാൻ ലുലു മോളിൽ നിന്ന് തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഒരിക്കൽ 1 കിലോ എന്തോ വാങ്ങിച്ചപ്പോൾ, റെഡ് വാങ്ങിച്ചപ്പോൾ 175 180 എന്തോ ആയിട്ടുള്ളൂ. പിന്നെ മാംഗോസ്റ്റീൻ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ 350 രൂപയായി. പിന്നെ അത് വില നോക്കിയൊന്നും അല്ല വാങ്ങിച്ചത്, എനിക്കത് ഇഷ്ടമായതുകൊണ്ട് വാങ്ങിച്ചതാണ്, കഴിക്കാമല്ലോ എന്ന് ഞാൻ വാങ്ങിച്ചതാണ്, അല്ലാതെ വേറൊന്നുമല്ല. അത് നമുക്ക് റേറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് തേഞ്ഞു. നമ്മൾ തേക്കാനൊക്കെ ഒരു നല്ലപോലെ നോക്കിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അധികം ഒന്നും വാങ്ങിച്ചില്ലേ, മാംഗോസ്റ്റീൻ മാത്രമേ വാങ്ങിച്ചുള്ളൂ. വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ എല്ലാവരും മധുരം ഭയങ്കര ലാഭമാണ് സാധനം എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് വേറെ സ്ഥലങ്ങൾ കാണുമായിരിക്കും, ഞാൻ നോക്കിയിടത്തൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ പൂജ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ, താലിയൊക്കെ പൂജ ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ അങ്ങ് പോയി. ഇനി അടുത്ത ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ മധുരയിൽ നിന്ന് നേരെ തേനി ഡിസ്ട്രിക്റ്റിലോട്ടാണ്. തേനിയിൽ മേഘമല എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയാണ് കേട്ടോ ഫുള്ള് നമ്മുടെ വിൻമിൽസാണ്. ഈ വിൻമില്ലിൻ്റെ ലീഫാണ്, നമുക്ക് ദൂരം നിന്ന് കാണുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നുമെങ്കിലും ഇത് ഭയങ്കര വലുതാണ്. ഒരു ട്രക്കിലൊക്കെയാണ് ഇതാണ് കൊണ്ടുവരുന്നത്. അപ്പം ആ പോകുന്ന വഴിയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞങ്ങൾ ഉച്ചത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, പോകുന്ന വഴി കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നത്. പക്ഷേ പോകുന്ന വഴിക്ക് ലക്ഷണം കണ്ടിട്ട് ഫുഡൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഞങ്ങൾക്ക് 4 മണി വരെ നമ്മുടെ മേഘമല ഉള്ളൂ, എന്ന് വെച്ചാൽ കയറ്റി വിടുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് അവിടെ എത്തണം. 4 മണിക്ക് കയറ്റി വിടും, 5:45 തിരിച്ചിറങ്ങിയാൽ വേണം. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ ഈ റൂട്ട് അങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചായിരുന്നു, കുറച്ച് ബന്നും കുറച്ച് അവിടുത്തെ വെറൈറ്റി കുറച്ച് ഫുഡ്സൊക്കെ, നമ്മുടെ നല്ല ടേസ്റ്റുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ് എന്ന് പറയാം. അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ റോഡ് സൈഡിൽ ഒരിടത്ത് ഇറങ്ങി കഴിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാം സൂപ്പർ ടേസ്റ്റാണ്, ഒന്നിനൊന്നിനും മെച്ചം, അടിപൊളിയായിരുന്നു. ക്രീം ബൺ തിന്നിട്ട് കാണാൻ ഷേപ്പുണ്ടോ മറ്റേ ഇതുണ്ടല്ലോ പൂരിയാനൊക്കെ ഉണ്ടല്ലോ അതുപോലെ. പക്ഷെ കുറച്ചതിന്റെ പുറത്ത് പഞ്ചസാര പാനിയും തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിന്റെ അകത്ത് നിറയെ തുറുണ്ട്, കാണിച്ചു കൊടുക്കും. അകത്ത് ഇതാണ് ഹൈലൈറ്റ്. നെക്സ്റ്റ് ഐറ്റം നമ്മൾ ബട്ടർ ബണ്ണ് പോലെ ഇരിക്കും, പക്ഷെ ബട്ടർ ബണ്ണല്ല, നിറയെ നെയ്യുണ്ട്, തേങ്ങ ഇട്ടുണ്ട്, സെയിം. നെയ്യ് എനിക്ക് പക്ഷെ മറ്റേ തുറുവാണ് ഇഷ്ടപ്പെട്ടത്. ഇത് സൂപ്പർ. ഇത് ഒരെണ്ണം കഴിച്ചാൽ ഒരു ലഞ്ച് അല്ലെങ്കിൽ ഒരു മീൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ അവിടെ നല്ല ചായ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? സൂപ്പറാ.
അപ്പോൾ മേഘമല വരുന്നവർ അടുത്തൊന്നും ഹോട്ടലൊന്നും അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇല്ല. സോ ബേക്കറി ഐറ്റംസ് ഇതേപോലെയൊക്കെ വാങ്ങിച്ചു വന്നാൽ കഴിച്ചിട്ട് പോവാം. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ വിശക്കും. അവരിതൊന്നും അലൗഡ് അല്ല അതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മൾ മേഘമല ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ വൻ ചെക്കിംഗ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽസോ കവറോ ഒന്നും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ വല്ല സ്റ്റീൽ കുപ്പിയിലൊക്കെ കൊണ്ടുപോകണം. ഒരു വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം അവർ കളയും. അവിടെ ഒരു പ്ലാസ്റ്റിക് ഐറ്റംസും അവിടെ അലൗഡ് അല്ല. പിന്നെ നമുക്ക് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെ പ്ലാസ്റ്റിക് വേസ്റ്റസ് കാണാൻ കിട്ടില്ല. അത്രയ്ക്ക് ക്ലീൻ ആൻഡ് നീറ്റാണ് മേഘമല. ഞാൻ പോയതിൽ വെച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും വൃത്തിയുള്ള നമ്മൾ പൊന്മുടിയിലൊക്കെ ഇതുപോലെ പ്ലാസ്റ്റിക് അലൗഡ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെ മേളമാണ് പല സ്ഥലങ്ങളിലും. പക്ഷേ മേഘമല എന്ന് വെച്ചാൽ വളരെ ഡിഫറെൻ്റാണ്. അവിടെ പ്ലാസ്റ്റിക് അലൗഡേ അല്ല, വളരെ ഗ്രീനാണ്, സൂപ്പറാണ് അതിൻ്റെ അകം. പിന്നെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് പിന്നെ ഒരു മണിക്കൂർ നമുക്ക് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയൊക്കെ ഭയങ്കര രസമാണ്. അത് കണ്ടുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ നിന്ന് തേയും. കാരണം കറക്റ്റ് 4 മണിക്ക് നമ്മൾ വ്യൂ പോയിൻറ്റിൽ എത്തിയില്ലെങ്കിൽ അവർ കയറ്റി വിടൂല. വ്യൂ പോയിൻ്റ് കാണേണ്ട കാഴ്ച തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല വ്യൂ പോയിൻ്റ് കാണാനുള്ള. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് 4:09. ഞങ്ങൾ നല്ലപോലെ പറഞ്ഞു ഒന്ന് കയറട്ടെ. ഇല്ല പറ്റില്ല, മുകളിൽ ആന നിൽക്കുവാണ്, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് പോകുന്ന വഴി ഫുള്ളും ബ്യൂട്ടിഫുള്ളാണ്. ലേക്കും ഒക്കെ ഉണ്ട്, പല കാഴ്ചകൾ കാണാനുണ്ട്. പിന്നെ ഞങ്ങൾ കറക്റ്റ് തിരിച്ച് 5:45 തിരിച്ച് ഈ ചെക്ക് പോസ്റ്റ് തിരിച്ച് കടന്ന് വരികയും ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് വേണം പോകാൻ. നമ്മളൊരു 2 മണിക്കെങ്കിലും വ്യൂ പോയിൻറ്റിൽ എത്തിയാൽ മാത്രമേ അവിടെ നിന്ന് എല്ലാം കണ്ട് എല്ലാം നോക്കി കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ കാണാനുണ്ട്. അതിനുശേഷം പതുക്കെ താഴോട്ട് വന്ന് നല്ലൊരു 5:45-6 മണിക്കകത്ത് നമുക്ക് ഇവിടെ ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ സീനാവും, അവർ കടത്തി വിടില്ല, അവിടെ തന്നെ സ്റ്റേ ചെയ്യണം. ഈ മേഘമലയിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. സ്റ്റേ ചെയ്യാമെന്ന് വെച്ചാൽ ഭയങ്കര ലക്ഷറി ആയിട്ടൊന്നുമല്ല, ചെറിയ നമുക്ക് സ്ഥലങ്ങളൊക്കെ കിട്ടും സ്റ്റേ ചെയ്യാൻ. അപ്പോൾ അവിടെ കിടക്കേണ്ടി വരും. പിന്നെ ഇവിടെ നിറച്ചു ആനിമൽസ് പാസ് ചെയ്യുന്ന ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കരിമ്പുലിയും എന്താണ് നമ്മുടെ ആനയുമാണ് മെയിനാന്ന് പറഞ്ഞിട്ടുള്ളത്. ആനയുടെ കുറേ പിണ്ടങ്ങൾ ഞാൻ അവിടെ കണ്ടായിരുന്നു. കുറേ മുകളിലോട്ട്. ഇപ്പോൾ എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു ഇനിയിപ്പോൾ കയറി വരും. കാരണം എന്ന് വെച്ചാൽ അവിടെ വലിയ തിരക്കില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ വലിയ തിരക്കില്ല, തിരക്ക് കുറഞ്ഞ സ്ഥലമാണ് മേഘമല. അപ്പോൾ ആൾക്കാർ അധികം അങ്ങോട്ട് ഇങ്ങനെ വരുന്നില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മൃഗങ്ങൾ അപ്പം ഒരുപാട് അതിൻ്റെ അകത്തുണ്ട്, ഒരുപാട് പാസ് ചെയ്യുന്നുണ്ട്. അതിൽ കടുവ ഒക്കെ പാസ് ചെയ്യുന്ന അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രിക്ട്ലി നമ്മൾ പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ വേറെ ഒരു ഗാർഡോ കാര്യങ്ങളൊന്നുമില്ല. വ്യൂ പോയിൻറ്റിൽ മാത്രമേ ഗാർഡുള്ളൂ. അത് നമ്മളെ കറക്റ്റ് സമയത്ത് നമ്മൾ ഇറക്കി വിടാൻ വേണ്ടിയാണ്. അല്ലാതെ അവർ വേറെ ഒരു പ്രൊട്ടക്ഷനോ അങ്ങനെ എന്താ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ റിസ്കിൽ പോവാം, പക്ഷേ പോയാൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. നമ്മൾ ഓരോ വളവ് കഴിയുമ്പോഴും ഈ നമ്മുടെ തണുപ്പുണ്ടല്ലോ, നമ്മൾ തേനിയിൽ നിന്ന് വന്നപ്പോൾ 39 ഡിഗ്രിയൊക്കെ ആയിരുന്നു. നമ്മൾ മേഘമല ഏറ്റവും മുകളിലെത്തിയപ്പോൾ 17 ഡിഗ്രി ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് തണുപ്പായി അവിടെ. ഈ കൊടും ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പിലോട്ട് കയറിയപ്പോൾ തണുപ്പ് മാത്രമല്ല, ഒരു ചെറിയ പൊടി മഴയും കാറ്റും. സൂപ്പറായിരുന്നു കേട്ടോ. മേഘമല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ ഇതിന് മുമ്പ് മേഘമലയിൽ പോയിട്ടുണ്ട്, പക്ഷെ അപ്പോഴുള്ള ക്ലൈമറ്റ് അല്ലായിരുന്നു ഇപ്പോഴും, മാറി വരും. അത്രയ്ക്ക് രസമായിരുന്നു മേഘമല ഇപ്രാവശ്യം പോയപ്പോൾ. കൈ ഇങ്ങനെ ഇത് ലേക്കാണ് കേട്ടോ, ലേക്ക് വ്യൂ ആണ്. നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയാൽ ഈ സൈഡിൽ കൂടെ ഇവിടെ ഇറങ്ങി നിൽക്കാൻ പറ്റും. വലിയ ഡേഞ്ചറസ് ഒന്നും അല്ല, പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴാണ് മൃഗങ്ങൾ ആനയൊക്കെ പാസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്, വെള്ളത്തിൽ നീന്തി വരുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു റിസ്ക്കൊക്കെ എടുത്ത് നോക്കിയൊക്കെ വേണം ഇറങ്ങാൻ.
ഞങ്ങൾ ആദ്യം കുറച്ച് നേരം ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പതുക്കെ വീണ്ടും നല്ല താഴെ കറങ്ങി താഴെ എത്തിയിട്ടാണ് ഇടയിൽ കൂടെ അവിടെ ഇറങ്ങിയായിരുന്നു. ഓടി വരണ്ട ഓ ഇത് ഐസ് പോലെ ഇരിക്കുന്ന വെള്ളം. അയ്യോ ഇവിടെ വന്നിട്ട് എനിക്ക് തിരിച്ച് പോകാനേ തോന്നിയില്ല, അത്രയ്ക്ക് രസമായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. വെള്ളമൊക്കെ എന്തൊരു തണുപ്പാണെന്നറിയാവോ. പിന്നെ ഞങ്ങൾക്ക് 5:45 തിരിച്ച് താഴെ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നേരം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതറിയായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ മേഘമല വന്നേനെ. പക്ഷെ എന്ത് ചെയ്യാൻ, സൂപ്പറായിരുന്നു കേട്ടോ, ഇവിടെ അടിപൊളിയായിരുന്നു. ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വരണം കേട്ടോ, ഇവിടെയൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഇതൊക്കെ അടിപൊളിയാണ്. കുളിക്കാൻ നല്ല വെള്ളം. പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ ഒരു കടയിൽ കയറി. ചിക്കൻ കൊത്തു പൊറോട്ടയാണ്, എഗ് കൊത്തു പൊറോട്ട, ദോശ, ചട്നി, ചിക്കൻ ഫ്രൈ അല്ല 65, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചു. വയറ് നിറച്ച് കഴിച്ചു. സൂപ്പർ ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഓംലെറ്റ് ഇത്രയും മതി, പക്ഷേ ടേസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പിന്നെ നൈസായിട്ട് വീട്ടിലോട്ടെത്തി. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ, ടാറ്റാ.